നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADMK നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത്. അഴിമതി ആരോപിച്ച് TV പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ലെന്ന് ഓഫീസ് വ്യക്തമാക്കുന്നു. ഓഫീസിന്റെ ഈ വിശദീകരണം വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ്. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് മറുപടി നൽകിയിരിക്കുന്നത്. മുൻപ് നൽകിയ അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാരണം പറഞ്ഞത് നിരസിച്ചിരുന്നു. പ്രശാന്തന്റേത് വ്യാജ പരാതിയാണെന്ന് തുടക്കം മുതൽ തന്നെ വാദങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും അതിപ്പോൾ തെളിയിക്കുന്ന ഒരു വിവരം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ണൂർ ADMK നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ TV പ്രശാന്തൻ കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്നും വിജിലൻസ് റിപ്പോർട്ട് ഈയിടയ്ക്ക് വന്നിരുന്നു. അതും വലിയ തിരിച്ചടിയായി ഇവർക്ക് മാറിയിരുന്നു. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP നടത്തിയ അന്വേഷണത്തിലാണ് നവീൻ ബാബുവിന്റെ കൈക്കൂലി നൽകിയെന്നതിന് മൊഴിക്കപ്പുറം തെളിവില്ല എന്ന കണ്ടെത്തൽ വന്നത്. എന്നാൽ പ്രശാന്തന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും റിപ്പോർട്ടിലുണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപത്ത് എത്തിയ ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5-നാണ് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്തൻ നവീൻ ബാബുവിന് കൈമാറിയത്. ഒക്ടോബർ 6-ന് 4 തവണ നവീൻ ബാബു പ്രശാന്തനും ഫോണിൽ സംസാരിച്ചു. ഈ വിളികൾക്കൊടുവിലാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒക്ടോബർ 8-നാണ് പെട്രോൾ പമ്പിന് NOC കിട്ടിയത്. കൈക്കൂലി കൊടുത്തെന്ന കാര്യം ഒക്ടോബർ 10-നാണ് പ്രശാന്തന്റെ ബന്ധു വിജിലൻസ് DYSPയെ വിളിച്ചറിയിക്കുന്നത്. ഒക്ടോബർ 14-ന് വിജിലൻസ് പ്രശാന്തന്റെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പയോഗവും. തുടർന്ന് വിജിലൻസ് DYSPയ്ക്ക് അന്ന് തന്നെ റിപ്പോർട്ട് നൽകി. പ്രശാന്തന്റെ മൊഴിയെടുത്ത് കാര്യം നവീൻ ബാബുവിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം ഒക്ടോബർ 15-നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. കൈക്കൂലി നൽകിയെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ തീർപ്പുമായി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി. കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയെന്ന് കോടതി അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ, കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകളില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.